എന്താ സർ? എന്താ? എന്താ സർ? എന്താ? പറയൂല. എടീ കബനി, എടീ സാർ പോയോ? ഏത് സാറ്? ഋഷി സാറ്. ഓ അത് ശരി. അപ്പോ നീ സാറിനെ സ്വപ്നം കണ്ട് കിടക്കായിരുന്നല്ലേ? അത് അതെ സാർ ക്ലാസ് എടുക്കുന്ന പോലെ. പിന്നെ പാതിരാത്രി സ്വപ്നത്തിൽ വന്ന് ക്ലാസ് എടുക്കലല്ലേ സാറിന്? ശരിക്കും അതെ. നിന്നെ അങ്ങനെ വിട്ട ശരിയാവൂല. സത്യം പറയടി, എന്ത് സ്വപ്നം നീ കണ്ടേ? സത്യം പറഞ്ഞോ? നിനക്ക് സാറിന് ഇഷ്ടല്ലേ? പത്മിനി പഠിപ്പിക്കുന്ന സാറാണെന്നല്ലേ? ഇനി അത് പറഞ്ഞ ചവിട്ടി കൂട്ടിന്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ മര്യാദക്ക് കിടന്നുറങ്ങിയതല്ലേ? നീയും സാറും കൂടി ചിരിച്ചോണ്ടിരുന്ന പിന്നെ ഞാൻ എന്താ ചെയ്യാ? ശരി, ഞാൻ ഇനി ഒരു സ്വപ്നം കാണൂല. പിന്നെ സ്വപ്നം അങ്ങനെ പറഞ്ഞിട്ടല്ലേ വരുന്നത്? എനിക്ക് ഉറക്കം വരുന്നു. സ്വപ്നത്തിന്റെ ബാക്കി കാണാനുള്ള തിരക്കായിരിക്കും. കിടന്നു കിടന്നു. സാറ് വരാതിരിക്കൂല. ഇനി സാറ് വരുമ്പോഴേ സ്വപ്നത്തിലെ കട്ടുറുമ്പാണെന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി പുറത്താക്കല്ലേ? എന്നാ ശരി ഋഷി, പൂജ കഴിയുമ്പോ ഞാൻ വിളിക്കാം. അല്ല, ഞാനും കൂടെ. നിനക്ക് ബോറടിക്കും. ആ സാരമില്ല, ഞാൻ അകത്തുനിന്ന് എല്ലാരും വിഷ് ചെയ്തിട്ട് പോവാം. ഓ, എന്തിനാ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മമ്മി, ഇളയച്ചനെ കബനി ചേച്ചിയെ കാണാനാ മമ്മി. കണ്ടോ, അത്രയ്ക്ക് വിവരം പോലും ഇല്ല എന്റെ പൊട്ടി ഏട്ടത്തിക്ക്. എനിക്ക് വിവരമില്ലാഞ്ഞിട്ടല്ലടാ, നിന്റെ ചമ്മലൊന്ന് കാണാനാ. അതെ, പൂജയ്ക്ക് നിന്നെ വിളിച്ചത് രംഭയാ. നീ വന്ന അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാവോ അവള് ചിന്തിക്കുക. അവൾ എന്ത് ചിന്തിച്ചാലും എനിക്കെന്താ? വാ പോവാം. ആരും വന്നു തുടങ്ങിയില്ലടാ. ആരും കാണുന്നില്ല. ഹായ് ഋഷി. ഹായ്. ഹായ് അടുത്തേ. ഹായ്. എന്ത് വേഷ ഇത്? അത് പിന്നെ ഞാനൊരു ഡ്രസ്സ് തന്നിരുന്നില്ലേ ഋഷിക്ക്, എന്താ അതിടാത്തെ? അതിവന് കറക്റ്റ് സൈസ് അല്ല. എന്നാലും ഈ വേഷം ഓ സാരമില്ല, പൂജയല്ലേ. ഇളയച്ചൻ ഈ ഡ്രസ് ഇടാനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അത് ഇന്ന് ഹോളിഡേ അല്ലേ, അതാ. എനിവേ ഐ ആം സോ ഹാപ്പി. ഈ സമയം വരെ ഋഷി വരുമോ ഇല്ലെന്ന് എനിക്ക് ടെൻഷനായിരുന്നു. ഇവന് തിരക്കാ, ചിലപ്പോ ഇപ്പൊ തന്നെ പോവും. പിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? വാ വാ എടുത്തേ. തിരക്കാണ്, പറ്റിയാൽ വരാം എന്ന് ദേവരഞ്ജനി രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു. വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങളും വരില്ല എന്ന്. എന്നാ പിന്നെ പൂജ കഴിഞ്ഞ് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ഞാൻ. മമ്മിയും ഡാഡിയും ഒക്കെ വരും. ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ടായിരിക്കും, എത്ര രാത്രിയായാലും. ആ ഋഷി, പൂജയ്ക്ക് ഒരുങ്ങി തന്നെയാണല്ലോ വന്നിരിക്കുന്നതല്ലേ? മോളെ, പാർവതിയമ്മ വിളിക്കുന്നു. അയ്യോ, ഇത് തീർന്നില്ലല്ലോ. അതിനെന്താ, ഞാനിവിടെ നിൽക്കാം. പോയിട്ട് വാ. ശരി.
പൂജനെ എടുത്തോണ്ട് വാ ചെല്ല. യെസ്, ഇതാണ് സമയം. അമ്മമ്മ കൊണ്ടുവയ്ക്ക. അവളല്ലാതെ മറ്റാരും പ്രസാദം തൊട്ടിട്ടില്ല. പൂജ ചെയ്തവളുടെ ഗുണം എന്താണെന്ന് പ്രസാദം കഴിക്കുന്നവർ പറയട്ടെ. അമ്മമ്മ സൂപ്പർ. വേഗം വാ, അവളിപ്പോ തിരിച്ചു വരും. ഇനി പ്രസാദ വിതരണമാകാം. കണ്ടോ, പറയേണ്ടി വന്നില്ല. അതിനു മുമ്പ് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട് മോള് വന്നത് കണ്ടില്ലേ? അത്ഭുതം തന്നെ ഈ കുട്ടിയുടെ ഒരു കാര്യം. അമ്മേ, ദേവി. എല്ലാവർക്കും കൊടുത്തോളൂ. മോളെ, മുത്തച്ഛന് ഞാൻ കൊടുത്തോളാം. ആ മോളെ, ദേ ഇവർക്കും കൂടി പ്രസാദം കൊടുക്ക. ഞാൻ എടുത്തരാം. അമ്മമ്മ ആർക്കും എന്തോ ഒരു ചേഞ്ച് ഇല്ലാത്ത. അതെ, ഇനി പ്രസാദമായതുകൊണ്ട് കംപ്ലൈന്റ് പറയാത്തതാവും. ആരും പറയാത്ത കംപ്ലൈന്റ് നമ്മൾ പറയണം. എന്താ ഇത്? ഈ പ്രസാദത്തിന് എന്താ ഒരു മണം? ആ ആണല്ലോ. എന്ത് വേണം? ഇതിൽ മണ്ണെണ്ണ മണക്കുന്നു. യെസ് അച്ഛമ്മ, കഴിക്കാൻ പറ്റുന്നില്ല. അയ്യേ, അല്ലെങ്കിൽ ഇവളെ പ്രസാദ ചുമതല ഏൽപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ. മതി, എന്തിനും ദോഷം മാത്രം കാണരുത്. ഇത്രയും പേർ ഒരു കുഴപ്പമില്ലാതെ കഴിക്കുന്ന പ്രസാദം നിങ്ങൾക്ക് മാത്രം വേറെ മണമായി ഗുണമായി. സൂര്യ, മേനകലോ, സഹിക്കുന്നതിന് പരിധിയില്ലേ? ഈ പൂജ തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങൾ ഓരോ തടസ്സവാദങ്ങൾ ഉണ്ടാക്കുന്നതാ. ഋഷി, കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല. അമ്മ, ഒരു കുഴപ്പമില്ല മോനെ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല അത് കഴിച്ചേ, കഴിക്കാനല്ലേ പറഞ്ഞേ? ആന്റി, കഴിക്കേ. കഴിക്കേ. എന്താ, നിങ്ങൾക്കാർക്കും ഇറങ്ങുന്നില്ലേ? കഴിക്കാം. ശരിക്കും എന്താ സംഭവം? അവര് കഴിച്ച പ്രസാദത്തിൽ മണ്ണെണ്ണ ഉണ്ടായിരുന്നു. അമ്പടി, ഞാൻ ചേർത്തതല്ല, അവര് തന്നെ ചേർത്തതാ. അതെങ്ങനെ?